കരിയറിൽ എടുത്തു പറയാൻ നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളുള്ള ഒരു നടിയാണ് ശ്വേതാ മേനോൻ. നായികാ പ്രാധാന്യമുള്ള സിനിമകൾ ശ്വേതയ്ക്ക് തുടരെ ലഭിച്ചിട്ടുമുണ്ട്. മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ശ്വേതയ്ക്ക് നേടിക്കൊടുത്ത സിനിമയാണ് 2009 പുറത്തിറങ്ങിയ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ. മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ സിനിമയിൽ ചീരു എന്ന കഥാപാത്രത്തെയാണ് ശ്വേത അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ. മമ്മൂക്ക വളരെ കംഫേർട്ട് തരുന്ന ആർട്ടിസ്റ്റാണ്. ഞാൻ സീനിയറാണ്, നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന തരത്തിൽ പെരുമാറുന്ന ആളല്ല എന്ന് ശ്വേത വ്യക്തമാക്കുകയാണ്. 1-2 ടോക്സുമായുള്ള ഒരു അഭിമുഖത്തിലാണ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. പാലേരി മാണിക്യത്തിൽ മമ്മൂക്കയുടെ കഥാപാത്രത്തെ ചീരു കാണാൻ വരുന്ന ഒരു സീനുണ്ട്. ബ്ലൗസ് ഇട്ടിട്ടുണ്ട്, കാലുയർത്തി അത് പൊട്ടിക്കണം. മമ്മൂക്ക ഇത് ചെയ്യുമോ എന്ന സംശയമുണ്ടായിരുന്നു രഞ്ജിത്തേട്ടന്. അതുകൊണ്ട് ക്ലോസപ്പും ഫീലിങ്സും എക്സ്പ്രഷനും എല്ലാം എടുത്തു. ഞാൻ വെറുതെ നിന്നാൽ മതി. കാല് പൊന്തിക്കുന്ന ഷോട്ട് മാത്രം കിട്ടിയാൽ സീന് കഴിഞ്ഞു. മമ്മൂക്ക വന്നിരുന്നു. ശ്വേത ഒറ്റ വലി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. എക്സ്പ്രഷൻ കൊടുത്തതെല്ലാം മാറ്റിവെച്ചു. ഫുൾ ഷോട്ട് മമ്മൂക്ക ചെയ്തു. അനശ്വരത്തിലെ മമ്മൂക്ക അല്ല പാലേരി മാണിക്യത്തിലെ മമ്മൂക്ക. ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹവും വളർന്നു. ഇന്നത്തെ തലമുറയുമായി ചേർന്നു. സീനിയറാണ്, ഭരതൻ സാറിൻ്റെയും അടൂർ സാറിൻ്റെയും കൂടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരല്ല അവരൊന്നും. ഇന്ന് എന്താണ് ആവശ്യമെന്ന് നോക്കുന്നു. അദ്ദേഹം അത് ആസ്വദിക്കുന്ന ആളാണ് എന്നും ശ്വേതാ മേനോൻ പറയുന്നു. മോഹൻലാലിനെ കുറിച്ചും ശ്വേത സംസാരിക്കുന്നുണ്ട്. മോഹൻലാലിനൊപ്പം ഷൂട്ടിങ്ങിനിടെയുള്ള അനുഭവങ്ങളാണ് രസകരം. നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണ് മോഹൻലാൽ എന്നും ശ്വേതാ മേനോൻ പറയുകയാണ്. ജങ്കാറാണ് ശ്വേതാ മേനോൻ്റെ പുതിയ സിനിമ. 2013 ശേഷം ശ്വേതാ മേനോന് ലഭിച്ച ശ്രദ്ധേയ സിനിമകളെല്ലാം കുറവാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സിനിമാ രംഗത്ത് ശ്വേത സജീവവുമല്ല. തനിക്ക് അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് ശ്വേതാ മേനോൻ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. സിനിമകൾക്ക് പുറമെ ടെലിവിഷൻ ഷോകളിൽ ആങ്കറായും ജഡ്ജായും ശ്വേതാ മേനോൻ്റെ സാന്നിധ്യം അറിയിക്കാറുമുണ്ട്. 2008 കൈരളി ടിവിയിലെ സ്റ്റാർ വാർസ് എന്ന പ്രോഗ്രാമിൽ ശ്വേത നായികയായി എത്തിയിട്ടുണ്ട്. മികച്ച ആങ്കറിനുള്ള ഏഷ്യൻ ടെലിവിഷൻ അവാർഡ് ശ്വേത സ്വന്തമാക്കിയിട്ടുമുണ്ട്. ഹിന്ദിയിൽ റാസ്മത്തസ്, ഡാൻസിംഗ് ക്യൂൺ എന്നീ ഷോകളിലും ശ്വേതാ മേനോൻ ആങ്കറായി എത്തിയിട്ടുണ്ട്. വെറുതെയല്ല ഭാര്യ എന്ന ഷോയിൽ ആങ്കറായി വന്നതോടെ മലയാളികൾക്കിടയിൽ ശ്വേതാ മേനോൻ്റെ ജനപ്രീതി കൂടുകയായിരുന്നു. ശ്രീവത്സൻ മേനോൻ എന്നാണ് ശ്വേതാ മേനോൻ്റെ ഭർത്താവിൻ്റെ പേര്. ഭർത്താവിനും മകൾക്കുമൊപ്പം മുംബൈയിലാണ് ശ്വേത താമസിക്കുന്നത്. 2011 ശ്വേതയും ശ്രീവത്സൻ മേനോനും വിവാഹം കഴിക്കുന്നത്.